വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശ് നമ്മുടെ ബംഗ്ലാദേശിൽ ഈ ഷരീഫ് ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന ഭീകരവാദി ഉണ്ടല്ലോ, ആദ്യം എനിക്ക് കുറച്ച് അനുകമ്പയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ സംഭവത്തിൽ ഈ ഷരീഫ് ഒസ്മാൻ ഹാദിയെ വെടിവെച്ചിട്ടു എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ നേതാവായിരിക്കുന്നു. പക്ഷെ ഇവൻ ഒരു ചില്ലറപ്പുള്ളി അല്ല. ഇവൻ ആക്ച്വലി ഇന്ത്യയെ മുറിച്ച്, വിജയേട്ടൻ പറഞ്ഞല്ലോ അന്ന്, ഇന്ത്യയെ മുറിച്ച് മറ്റേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ബംഗ്ലാദേശിന്റെ കൂടെ ചേർക്കണമെന്ന ഒരു ഭീകരവാദി, ഒരു തീവ്രവാദിയാണ്. ഇവനെയൊക്കെ സ്പോട്ടിൽ കിട്ടിയ വെടിവെച്ച് കൊല്ലുന്നത്, അവന്റെയൊക്കെ തലവെട്ടി ഉരുട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇന്ന് രാവിലെയോ ഇന്നലെയോ ഞാൻ നമ്മുടെ മീഡിയ വൺ ചാനലിന്റെ ഒരു കാർഡ് കണ്ടു. ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവന്റെ മറ്റേ മൃതദേഹം സംസ്കരിക്കാൻ മയ്യത്ത് നിസ്കാരത്തിന് ഒഴുകിയെത്തി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവൻ ചില്ലറപ്പുള്ളിയല്ല. എന്തായാലും വെടികൊണ്ട് ചത്തു, അതവിടെ നിന്നോട്ടെ. അതിനുശേഷമാണ് അവിടെ ഇത്രയും ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഹൈക്കമ്മീഷൻ ആക്രമിച്ചു, 3 അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ആക്രമിച്ചു, 1 ഹൈക്കമ്മീഷനും 3 അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനും ആക്രമിച്ചു. അതിനുശേഷം നമ്മുടെ നാട്ടിലെ ഈ പ്രബുദ്ധ ജനങ്ങളുടെ ചാനലായിട്ടുള്ള ഈ മീഡിയ വണ്ണും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്തെ മുറിക്കണമെന്ന് പറഞ്ഞ ഈ ഷരീഫ് ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു പാട്രിയോട്ടിസം, ആ ഒരു എന്താ പറയാ നാഷണലിസ്റ്റ് വ്യൂ ഉള്ള ഒരു പറ്റം ജെൻസി യുവാക്കൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ആരും ആഹ്വാനം ചെയ്തില്ല തെരുവിലിറങ്ങാൻ, ആരും അവരോട് പറഞ്ഞുമില്ല തെരുവിലിറങ്ങാൻ, ആരും അവർക്ക് പൈസ കൊടുത്തുമില്ല, ആരും അവരോട് ഭീഷണിപ്പെടുത്തിയുമില്ല. അവര് തെരുവിലിറങ്ങി അഗർത്തലയിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ വളഞ്ഞു. അഗർത്തലയിലുള്ള യൂത്ത് ഫ്രം Tripura and across Northeast India staged massive protest near the Bangladesh Assistant High Commission in Agartala എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല കേട്ടോ. ഈ നമ്മുടെ നാട്ടിലെ ജെൻസി നമ്മുടെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെതിരെ തെരുവിലിറങ്ങണം എന്ന് ഇവർ ഒരുപാട് ആഗ്രഹിച്ചില്ല. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അവർ തെരുവിലിറങ്ങുന്നത് ആർക്കെതിരെയാണ്? നമ്മുടെ നാടിനെതിരെ വരുന്ന ആൾക്കാർക്കെതിരെയാണ് അവർ തെരുവിലിറങ്ങുന്നത് എന്നുള്ളതാണ്. ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടു, ഇപ്പോഴിതാ ഇവിടെ നമ്മൾ കാണുന്നു, അഗർത്തലയിൽ നമ്മൾ കാണുന്നു, നോർത്ത് ഈസ്റ്റിൽ നമ്മൾ കാണുന്നു. ഈ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJP സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം ഇവർ ദളിതർക്കും ആദിവാസികൾക്കും എതിരാണ് എന്നാണ് BJPയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം. ചേട്ടൻ അറിയാമല്ലോ. ഇപ്പോ ഇതാ ഈ തെരുവിലിറങ്ങിയത് ആരാണെന്നറിയാമോ? ത്രിപുരയിലെ ഏറ്റവും വലിയ ആദിവാസി യുവജന സംഘടനകളിൽ ഒന്നായ യൂത്ത് ടിപ്ര ഫെഡറേഷൻ YTF ആണ് ഈ പ്രകടനം സംഘടിപ്പിച്ചത്. അവർ വെറുതെ പ്രകടനം സംഘടിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. അവര് മുദ്രാവാക്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? കത്തിച്ചു കളയും നിന്നെയൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശികളെ മൊത്തത്തിൽ കത്തിച്ചു കളയും. എന്നിട്ട് അവർ പറയുന്നത്, ഈ നമ്മുടെ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടെ ബംഗ്ലാദേശിൽ ഹിന്ദുവിനെ തല്ലിക്കൊന്ന ശേഷം തീ കൊളുത്തിയ ആ വിഷയം അവർ അവിടെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുവിന്റെ വിഷയമായിട്ടാണ് അവരത് എടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശ് നേതാവ്, അവിടെ ഒരു ബംഗ്ലാദേശിന്റെ ഒരു നേതാവുണ്ട്. അപ്പോ അവൻ 1971 നീ ഒന്ന് ഓർമ്മിച്ചാൽ മതി, അത് നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങളും പല കാര്യങ്ങളും മറക്കും എന്നാണ് ഈ ആദിവാസി യൂത്ത് ഫെഡറേഷൻ പറഞ്ഞിരിക്കുന്നത്. അവര് വലിയ പ്രതിഷേധമായിരുന്നു. ഈ പ്രതിഷേധം ഈ ബംഗ്ലാദേശിൽ പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൺസ് പാർട്ടി NCP, അതിനൊരു നേതാവുണ്ട്, അവന്റെ പേര് ഹസ്നത്ത് അബ്ദുള്ള എന്നാണ്. ഇവൻ നിരന്തരമായിട്ട് അപമാനകരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവൻ ഈ നടത്തുന്നതിനെതിരെ ആദ്യം തെരുവിലിറങ്ങി, അതിനുശേഷം അവിടെയുള്ള ഹിന്ദുക്കളെ അഡ്രസ് ചെയ്തു. ശേഷം ബംഗ്ലാദേശ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫീസ് വളഞ്ഞ ശേഷം 1971 നീയൊക്കെ ഓർമ്മിച്ചോ, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ കത്തിച്ചു കളയും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രബുദ്ധര് പോലും തെരുവിലിറങ്ങിയിട്ടില്ല. തെരുവിലിറങ്ങുന്നത്, ഇന്ത്യക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നത് ആദിവാസി യുവാക്കളാണ്. വളരെ എനിക്കത് രോമാഞ്ചം വന്നു സത്യം പറഞ്ഞ ആ വാർത്ത കേട്ടപ്പോൾ. എന്ത് തോന്നുന്നു? ഇന്ത്യയുടെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒരു വലിയ വിഭാഗം ഗോത്രവർഗ മേഖലയാണ്, നമ്മളത് പറയും, അത് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനം. അതുകൊണ്ടാണ് തന്നെ നമുക്ക് നമ്മുടെ ഭരണഘടനാപരമായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങളും ഈ സംസ്ഥാനങ്ങൾക്കുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഈ മണിപ്പൂരൊക്കെ എന്താ കേന്ദ്ര സർക്കാരിന് അടിച്ചൊതുക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളെ പോലെ അടിച്ചൊതുക്കാൻ കഴിയില്ല നമുക്കത്. കാരണം ആ ഗോത്രങ്ങൾക്ക് നമ്മുടെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ചില പ്രിവിലേജുകളുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് നമ്മളവിടെ രാഷ്ട്രപതി ഭരണമായാലും മറ്റുള്ളതൊക്കെ ഏർപ്പെടുത്തുമ്പോൾ, മറ്റുള്ളിടത്തെ രാഷ്ട്രപതി ഭരണവും മണിപ്പൂരിലും ഇല്ലെങ്കിൽ നാഗാലാൻഡിലും ഒക്കെ നമ്മൾ ഏർപ്പെടുത്തുന്ന രാഷ്ട്രപതി ഭരണമൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഈ ഗിരിവർഗ പ്രദേശമെന്നാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത്. ത്രിപുരയും നമ്മുടെ 7 സഹോദരിമാരിൽ ഒരാളാണ് ത്രിപുര. അപ്പോ ഒരു സഹോദരിയാണത്. അപ്പൊ ഇതെല്ലാം ഗിരിവർഗ മേഖലകളാണ്. അതായത് ഈ ഗിരിവർഗം എന്ന് പറയുമ്പോൾ തന്നെ മലമുകളിലുള്ള വിഭാഗങ്ങളെയാണ് നമ്മൾ ഗിരിവർഗം എന്ന് പറയുന്നത്. ഇതെല്ലാം മലയോര മേഖലകളുമാണ്. അപ്പൊ ഇവരുടേതായ ഒരു സംസ്കാരമുണ്ട്. ഇതിനെ തകർക്കുവാനായിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത്
വലിയ രീതിയിലുള്ള ഈ മതപരിവർത്തനം അടക്കമുള്ളവ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി തന്നെ നടന്നിരുന്നു. ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതിന് വേണ്ടി തന്നെ ബ്രിട്ടീഷുകാർ വലിയ രീതിയിൽ പണം മുടക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അറബികൾക്ക് ഇങ്ങോട്ടേക്ക് കടന്നു കയറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം അതിന്റെ എനിക്കൊന്ന് ഭൂപ്രകൃതി ഉണ്ടായിരിക്കാം. പക്ഷെ ബംഗ്ലാദേശ് രൂപീകൃതമായതിനു ശേഷം ബംഗ്ലാദേശ് വഴി ഒരുപാട് ഇസ്ലാമിസ്റ്റ് ഈ പറയുന്ന മത പ്രഭാഷകരും മറ്റുമൊക്കെ അവിടെ കടന്നു. കാരണം നമ്മുടെ ഈ രാജ്യത്ത് നരേന്ദ്രമോദി കയറുന്നതിന് മുമ്പ് വരെ ഏത് രാജ്യത്ത് നിന്നുള്ള ഈ മതപ്രഭാഷകർക്കും മതപ്രചാരണം നടത്തുന്നവർക്കും അത് യൂറോപ്യൻസ് ആയാലും ബംഗ്ലാദേശികളായാലും ഒക്കെ ഇന്ത്യ വന്ന് യഥേഷ്ടം മതപരിവർത്തനം നടത്തിപ്പോയി ഹിന്ദുവിനെ അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു നിത്യക്കാഴ്ചയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് എന്ന വിധാനം ഒക്കെ മിക്കവാറും ഒക്കെ ഇത്തരം ഉള്ള ഇവാഞ്ചലിസ്റ്റുകൾ, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ വരുന്ന പാസ്റ്റർമാരുടെ വലിയ പ്രസംഗം, അത് വലിയ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരാഴ്ച 1.5 ആഴ്ചക്കാലത്തെ പരിപാടികളാണ്, വലിയ ബോർഡൊക്കെ വെച്ചിട്ട്. അത് ഇപ്പൊ ആ കലാപരിപാടി ഇല്ല, തമിഴ്നാട്ടിലും ഇല്ല. ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ദൂരദർശൻ കാലത്തൊക്കെ വർക്ക് ചെയ്ത കാലത്തൊക്കെ ഉണ്ട്. അന്നൊക്കെ ദിനകരൻ എന്നൊക്കെ പറയുന്ന കക്ഷികളൊക്കെ വരുമായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന്. ഇന്നിപ്പോ അവരൊന്നും കാണുന്നില്ല. അദ്ദേഹമൊക്കെ ആയിരുന്നു ഈ വലിയ രീതിയിലുള്ള ഇതിനെ പരിവർത്തനം നടത്തിക്കൊണ്ട്. എനിക്കൊന്ന് ഫണ്ടെല്ലാം നിന്നോടുകൂടി പരിപാടി നിർത്തി കാണും. അപ്പം അങ്ങനെ വന്നു അതിന്റെ ഒരുപാട് തിക്തഫലങ്ങൾ. ഈ തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ടും അവരവരുടെ ഗോത്രങ്ങളെയും വിശ്വാസങ്ങളെയും മുറുകെ പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതപരിവർത്തനം നടന്നിട്ടുണ്ട് എന്നതിനപ്പുറം, ബൈബിൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നതിനേക്കാൾ അപ്പുറം ഇവരുടെ വിശ്വാസങ്ങളെ അവർക്ക് കവർന്നെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ കല്ലിനെയും മണ്ണിനെയും ഒക്കെ ആരാധിക്കുകയും അവരുടെ വിവാഹം വരുമ്പോൾ, അവരുടെ ആളുകളുടെ വിവാഹം വരുമ്പോൾ അത് ഗോത്രവർഗാചാര രീതിയിലാണ് അവരത് നടപ്പാക്കുക. അതായത് അവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളിലേക്കും കടന്നു കയറി ഫുള്ളി ക്രിസ്ത്യൻ ആക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതടുത്താണ് ആ ഗോത്രങ്ങൾ എന്തുമാത്രമാണ് അവരുടെ ആ ഗോത്രങ്ങൾ സംരക്ഷിക്കാൻ അവർ പടപൊരുതിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും അത് തന്നെയാണ് അതിന്റെ ഒരു ഉത്തരവും അത് തന്നെയാണ്. അത് ഇന്ത്യയിൽ ഉടനീളം നമ്മൾ ശ്രദ്ധിച്ചാൽ ഹിന്ദുമതമായാലും പലരും തകർക്കാൻ ശ്രമിച്ചിട്ടും തകരാതെ നിൽക്കുന്നതും ആ മതത്തിന്റെ ഒരു കരുത്ത് കൊണ്ട് തന്നെയാണ്, ഇല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു ജനമുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ മാറ്റം ഉണ്ടാവുകയും ഇവർക്ക് ഇവരുടെ വർദ്ധിത വീര്യത്തോടു കൂടി ഇവർക്ക് ഉണർന്നെഴുന്നേക്കാൻ തന്നെ കഴിഞ്ഞു. നമുക്കറിയാം ഒരുപാട് ഓട്ടോണമികൽ ഹിൽസ്, ഈ പറയുന്ന മണിപ്പൂരായാലും ഒക്കെ സ്വയം ഭരണാധികാരമുള്ള ഈ ഗോത്രവർഗങ്ങൾക്കുള്ള അധികാരമുള്ള ബില്ലുകളും മറ്റും പാസ്സാക്കിക്കൊണ്ട് അവർക്ക് അധികാരം കൊടുത്തു. ഈ അധികാരം നരേന്ദ്രമോദി കൊണ്ടുവന്നതല്ല, അതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പേപ്പറിൽ മാത്രമുള്ളിടത്തു നിന്ന് അത് പ്രാക്ടിക്കലാക്കി മാറ്റി എന്നുള്ളതാണ് മോദിയുടെ വിജയം. അങ്ങനെ അവർക്ക് കൊണ്ടുവരികയും അവരെ ഒരു ദേശീയ ബോധമുള്ളവരാക്കി അവരെ മാറ്റിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. കാരണം അവർ ഓൾറെഡി ദേശീയ ബോധം ഉള്ളവരാണ്. നമുക്കറിയാം ഇപ്പോൾ ധനുഷി പറഞ്ഞ സംഭവം ഇതാദ്യമല്ല ത്രിപുരയിൽ നടക്കുന്നത്. ഇതിനു മുമ്പ് 2024 ബംഗ്ലാദേശ് ഈ ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം നമ്മുടെ ഒരു വണ്ടി, ഈ ബംഗ്ലാദേശിൽ നിന്നായാലും ത്രിപുരയിൽ നിന്നായാലും ഒക്കെ ഈ ബസ് സർവീസ് ഉണ്ട് നമ്മുടെ ഈ ബംഗ്ലാദേശിലേക്ക്, വെസ്റ്റ് ബംഗാളിലേക്ക്. അന്ന് ഒരു പിൽഗ്രിം ഗ്രൂപ്പ്സ് ഒരു ബസ് പോയിരുന്നു. ബസ് പോയിട്ട് ഇവന്മാര് ധാക്കയെ വെച്ച് ഈ ബസ് അടിച്ചു തകർത്തു. നമ്മുടെ ഇന്ത്യക്കാർ, ത്രിപുര എന്നുള്ള ആളുകളാണ് കൂടുതൽ പോയത്. ബസ് അടിച്ച് തകർത്തതിന് ശേഷം വലിയ പ്രശ്നമായി. ആരും കൊല്ലപ്പെട്ടൊന്നുമില്ല, നമ്മുടെ ആളുകൾ സഞ്ചരിച്ചിരുന്ന ബസ് തകർത്തു എന്നുള്ളതാണ്. അത് പക്ഷെ അതിന്റെ ഒരു അലവലി ഉണ്ടായത് ത്രിപുരയിലാണ്. ത്രിപുരയിൽ അവർ ആദ്യം ചെയ്തത് അവിടുത്തെ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിക്കുകയും ഇങ്ങോട്ടേക്കുള്ള കറണ്ടും വെള്ളവും കട്ടിവെച്ചിട്ടു. അപ്പൊ ആ ജനത്തിന്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അവരത് പറഞ്ഞിട്ട് വെള്ളവും കൊടുക്കണ്ട കറണ്ടും കൊടുക്കണ്ടെന്ന് വിടും. 3-4 ദിവസം വൈദ്യുതി കട്ട് ചെയ്തോളൂ. കാരണം വൈദ്യുതിയും വെള്ളവും കൊടുക്കുന്ന ത്രിപുരയിലുള്ള ഫീഡറുകൾ വഴിയാണ്. അത് അടച്ചിടിച്ചു. കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾ അതൊക്കെ തകർത്ത് കളയുമെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും വൈകാരികമായി ചിന്തിക്കുന്ന ജനമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് അവിടെ ഒരു ഹിന്ദു യുവാവിനെ അതിദാരുണമായി കൊല്ലുന്നു. ഒപ്പം ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് നിരന്തരം ആക്രമണം സംഘടിപ്പിക്കുന്നു. അത് വളയുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അതിന് ചുട്ട ഒരു മറുപടി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കിട്ടിത്തുടങ്ങേണ്ടത് അനിവാര്യമാണ്. സ്വാഭാവികമായി ഇത് കിട്ടിത്തുടങ്ങുക ചെയ്യുന്നത് ചെയ്യും. അന്ന് ഇവർ ഇതേപോലെ തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് മുമ്പ് ഇവന്മാർ മാർച്ച് നടത്തുകയും ബഹളം ചെയ്തതിന്റെ പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും ഇതേപോലെ അവരുടെ ഹൈക്കമ്മീഷൻ ഓഫീസുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ആസാമിലടക്കമുള്ള അവരുടെ കേന്ദ്രങ്ങളിൽ വളയുകയും ചെയ്തു ജനം. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവിടെ കിട്ടിയാൽ അവിടെയും കിട്ടുമെന്നുള്ള കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ആ കലാപരിപാടി അവിടെ നിർത്തി. ഇതിപ്പോൾ ഹിന്ദുവിനെ കൊന്നതിന് ഈ രാജ്യത്ത് ചോദിക്കാൻ ഒരു വലിയ വിഭാഗം ഹിന്ദുക്കൾ തയ്യാറാണ്. അവരവരുടെ പ്രതിഷേധമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഈ ഹിന്ദു സംഘടനകൾക്കോ ഇല്ലെങ്കിലും ആ വിഭാഗങ്ങൾക്കോ ആയിരിക്കും ഒരുപക്ഷെ വളരെ പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയുക. കാരണം അവരുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പൊ കേരളത്തിൽ നമ്മൾ ഇരിക്കുന്നു, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ വാർത്തകളിൽ കൂടി ഈ വാർത്തകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരത്തിനേക്കാൾ 10 മടങ്ങാണ്
ഇവർക്കുണ്ടാകുന്ന വികാരം. കാരണം ഒരു കാലത്ത് വെച്ചാൽ അങ്ങനെ പഴയ കാലമൊന്നുമല്ല, 1971 മുമ്പ് ഒന്നായി കിടന്നിരുന്ന ഒരു വിഭാഗം, ഒന്നായി നിന്നിരുന്ന ഒരു വിഭാഗം, ഈ ബംഗാളിൽ നിന്നുള്ളതും ത്രിപുരയിൽ നിന്നുള്ള ഈ ചിറ്റഗം മേഖലയിലൊക്കെ ഉള്ളത് കൂടുതൽ ഈ ത്രിപുരയിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ പോയിട്ടുള്ള ആളുകൾ തന്നെ, ഈ ഗോത്രവർഗ മേഖലകൾ ആൾക്കാർ തന്നെയാണ് ചിറ്റഗമിലുള്ളത്. ഈ പറയുന്ന ബംഗാളിലുള്ളവർ തന്നെയാണ്, മറ്റ് ഈ പോയിട്ടുള്ള ഹിന്ദുസ് തന്നെയാണ് അപ്പുറത്തും ഉള്ളത്. ഒരേ വിഭാഗമാണ്. നമ്മളിപ്പം പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് പറയുന്ന കാര്യം തന്നെയാണ്. മാമായും അനന്തരവനും ഒക്കെ അപ്പുറവും ഇപ്പുറവും ഒക്കെയാണ് POK-യിലെങ്കിൽ ഇതും അതേപോലത്തെ ബന്ധങ്ങളാണ്, ഇവരുടെ തന്നെ ബ്ലഡാണ് അതും. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ കളത്തിലിറങ്ങുക എന്നുള്ളത് ഒരു നാച്ചുറൽ കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ സംഘർഷം ഇതേ രീതിയിൽ മൂർച്ഛിച്ചു പോവുകയാണെങ്കിൽ പഴയതുപോലെ ആയിരിക്കില്ല. ഇന്ത്യയിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, കനത്ത വില ബംഗ്ലാദേശികൾ നേരിടേണ്ടി വരും. അത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടത്തിന്റെയോ ഭാഗത്തു നിന്നായിരിക്കില്ല. ഒരുപക്ഷെ ജനം സംഘടിക്കും ഇത്തരക്കാർക്കെതിരെ. കാരണം ഇന്ത്യയിലെ എല്ലായിടത്തും ജെൻസി ഉള്ളതുപോലെ തന്നെ ഇന്ത്യയിലുമുണ്ട്. വളരെ കൂടുതലാണ് ഇന്ത്യയിലെ യൂത്ത്. ജെൻസികളുണ്ട്, ജെൻസി സംഘടനകളുണ്ട്. അവരൊക്കെ പലപ്പോഴും കലാപത്തിന് ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ആ കലാപത്തിന് കഴിഞ്ഞ ദിവസം മണിപ്പൂരിലല്ല, അരുണാചൽ പ്രദേശിൽ ഒരു ബന്ദ് നടന്നിരുന്നു. ഒരു 12 മണിക്കൂർ ബന്ദ്. ആ ബന്ദ് നടത്തിയത് മുഴുവൻ യുവജന സംഘടനകളാണ്. എന്തായിരുന്നു ആ ബന്ദിന്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ, അവിടെ അനധികൃതമായി കടന്നു കയറിയ ബംഗ്ലാദേശികളെ പുറത്താക്കണം എന്നായിരുന്നു. 8,000 പേരോ മറ്റോ ഉണ്ട് അവിടെ, അത്രേ ഉള്ളൂ. ചെറിയ സംസ്ഥാനമായിരുന്നു. അത്രയും പേരെ പുറത്താക്കണം എന്ന് പറഞ്ഞവർ അവിടുത്തെ ജൻസികളെ ബന്ദ് നടത്തി. പക്ഷെ അവരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ബന്ദ് നടത്താൻ പറ്റില്ലല്ലോ, നമ്മുടെ ഇപ്പൊ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പറ്റത്തില്ല, ബന്ദ് നടത്താൻ പറ്റില്ല. അപ്പൊ പിടിച്ച് അറസ്റ്റ് ചെയ്തു. നമ്മൾ കണ്ടാണ് ഉത്തർപ്രദേശിൽ വലിയ സമരവും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ജൻസികൾ 3-4 പേര് വന്നപ്പോഴേ അവരെ കണ്ടം വഴി ഓടിച്ചത്. പഞ്ചാബിൽ നമ്മളിത് കണ്ടതാണ്, ഹരിയാനയിൽ നമ്മളിത് കണ്ടതാണ്. അപ്പൊ ജൻസികളുണ്ട്. അത് ഈ രാജ്യത്തിന് വേണ്ടി, ധനുഷ് പറഞ്ഞത് ശരിയാണ് ഇൻട്രോയിൽ, ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ജൻസികൾ നമ്മുടെ അവിടെ എപ്പോഴും സജ്ജമാണ്. അതുകൊണ്ടാണ് മറ്റേ ജൻസിക്കും രാഹുൽ നിലവിട്ട് വിളിച്ചിട്ടും ഒരു ജൻസി പോലും തെരുവിലിറങ്ങാത്തതിന്റെ കാരണം, മറുഭാഗത്ത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജൻസി ഇരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്നത്. മുമ്പൊന്നും നമ്മുടെ രാജ്യത്ത് ഈ ബംഗ്ലാദേശിൽ നടക്കുന്നതോ മറ്റെവിടെങ്കിലും നടക്കുന്ന ഹിന്ദു പീഡനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത് ഉണ്ടാകുന്നു. അവിടുത്തെ ജനങ്ങളുടെ വികാരം തന്നെയാണ് ഇവിടെ. അതായത് വൺ സൈഡ് അല്ലല്ലോ മതേതരത്വം, വൺ സൈഡ് അല്ലല്ലോ സമാധാനം. ഇപ്പോൾ അവിടെ നടക്കുമ്പോൾ അതിനെ വെള്ളപൂശിക്കൊണ്ട് അത് മഹത്തായ കാര്യമായിരുന്നു, അവിടെ സംഭവിച്ച ഒരു ഹിന്ദുവിനെ കൊന്നത് വലിയ കാര്യമായിരുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ കൊല്ലുന്നതും അതേപോലെ മഹത്വവൽക്കരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അത് ലഭിക്കുകയും അവിടെ ഇരവാദം പറയുകയും ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ രണ്ടും ഒരേ കണ്ണിൽ തന്നെ കാണണം. ഈ പറയുന്ന വിദ്വാനാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് രൂപീകരിക്കുമെന്ന് പറഞ്ഞത്. അതായത് ഇത്രയും ഭാഗം ഇന്ത്യ എന്ന് കൂട്ടിച്ചേർത്തോട്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് രൂപീകരിക്കുമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ കൊന്ന വ്യക്തി ബംഗ്ലാദേശുകാരനാണ്. ഇതിപ്പോ സകലമാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങളൊക്കെ അടച്ചു, ഈ ഡെയിലി സ്റ്റാറൊക്കെ അടച്ചുപൂട്ടിപ്പോയി. അവര് ഇന്നലെ ഒന്നും അവരുടെ വാർത്തകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അത്തരം മാധ്യമങ്ങൾ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇവനാണ് അറസ്റ്റ് ചെയ്തത്. ഇനി ഇവന്റെ മോട്ടീവ് എന്തായിരുന്നു അറിയണം, അതവർ അന്വേഷിക്കേണ്ടതാണ്. ഇനിയിപ്പോ ചിലപ്പോൾ കറക്കി തിരിച്ച് ഇന്ത്യയാണ് ഇവന്റെ മോട്ടീവ് എന്ന് വേണമെങ്കിൽ പറയുമായിരിക്കും. പക്ഷെ ഇവർ പറയുന്നത് വിചിത്രമായ കാര്യമാണ്. ഇവർ പറയുന്നത് ആദ്യം ഇവൻ ബീഹാറിലേക്ക് രക്ഷപ്പെട്ടു, ഈ ഗ്യാങ്. അതിനുശേഷം ഇപ്പൊ ഇവന്റെ കാമുകി അറസ്റ്റിലാണ്, കുടുംബം മുഴുവൻ കസ്റ്റഡിയിലാണ്. അപ്പൊ ബീഹാറിലേക്ക് രക്ഷപ്പെട്ടു, ബീഹാർ വഴി മഹാരാഷ്ട്രയിലേക്ക് രക്ഷപ്പെട്ടു. ഇത്രയൊക്കെ തെളിവും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് പോയി പിടിച്ചാൽ പോരെ? ഇന്ത്യൻ സർക്കാരിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനുമതി തരും സ്വാഭാവികമായിട്ടും. ഇവർക്ക് അത് പറയാനില്ല. ഇന്ത്യ പറയുന്നത് ഞങ്ങളുടെ പക്കൽ തെളിവുകളില്ല, നിങ്ങൾ തെളിവുകളുമായി വരൂ, ഈ രാജ്യത്തെ അതിർത്തി കടന്നു എന്നുള്ളത്. അതിർത്തി കടന്നതിനൊരു തെളിവ് വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ വാ, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താം ഇങ്ങോട്ട് വന്നെങ്കിൽ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇപ്പൊ ഏതായാലും ഒന്ന് ശമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു ശമനമെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് നമ്മൾ വിഷ്വൽ അടക്കം നമ്മുടെ ന്യൂസിന്റെ മലയാളത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പാർലമെന്റ് വളഞ്ഞിട്ട് ഇപ്പൊ അവർ നിപ്പുണ്ട്. ഇനി യൂനസും നമ്മൾ പണ്ട് പറഞ്ഞ കണക്ക് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, യൂനസും കണ്ടം വഴി ഓടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അസുഖമാണെന്ന് പറഞ്ഞ വല്ല ചികിത്സിക്കാൻ വല്ലതും പോകുമില്ലെന്ന് അറിയത്തില്ല. ഏതായാലും എനിക്ക് ഇനിയിപ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോടെ കാണുന്നത് വക്കാർ ഉസ്മാൻ എന്താണ് ഇനി ബംഗ്ലാദേശിനെ കുറിച്ച് പറയുന്നത് മാത്രമാണ് അറിയാനുള്ളത്. അദ്ദേഹം ഇതുവരെ മൊഴിഞ്ഞിട്ടില്ല ഒന്നും. കുറച്ചു നാളായിട്ട് അദ്ദേഹം സൈലന്റ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാതോർക്കുന്നത്. അതൊരു 1.5 വാക്കുകളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.